ഇന്ന് ഒരു ലഞ്ച് കോംബോ ആണ് ചെയ്ത് കാണിക്കുന്നത്. യെല്ലോ റൈസ് ആൻഡ് ചിക്കൻ ഫ്രൈ. ഈ റെസിപ്പീസൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ യുണീക്കായിട്ടുള്ളതുമാണ്. ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും പ്രസ് ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ക്രഷ്ഡായിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി, സ്പൈസ് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നീട് മല്ലിപ്പൊടി, ഉപ്പ്. ഇത് ചിക്കൻ സീസണിങ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ തന്തൂരി മസാല പൗഡർ ഉണ്ടെങ്കിൽ ഇടാം. ഇനി അതല്ല എങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇടാം. അല്പം പപ്രിക പൗഡറും. ഇനി നമുക്കിതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എള്ളെണ്ണയായാലും കുഴപ്പമില്ല, കടുകെണ്ണയായാലും കുഴപ്പമില്ല. തൈരിനകത്ത് ഞാനിതിങ്ങനെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഒരു 10-15 മിനിറ്റ്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇത് ചെയ്താൽ മതി. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ ഇനി നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ ഷാലോ കട്ട്സ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ തൈരിനകത്ത് ചേർത്ത് വെച്ചിരുന്നതാണ് നേരത്തെ. ഓരോ ക്രെവിസിൽ അതിനകത്തോട്ടൊക്കെ നല്ലതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഓൾറെഡി നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ. 1 മണിക്കൂർ ഇരിക്കട്ടെ. 2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ബസ്മതി റൈസാണ്. ഇതൊന്ന് വൃത്തിയായിട്ട് കഴിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് വെക്കണേ. സോക്ക് ചെയ്ത് വെക്കരുത്, അരി അങ്ങ് പൊടിഞ്ഞു പോകും ചോറ് വെക്കുമ്പോൾ. അരി ഇപ്പം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് ഗരം മസാലയൊക്കെ ഇട്ട് നമുക്കൊന്ന് വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് ഒരു 2 ഗ്രാമ്പൂ, ഒരു ചെറിയ ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്കാന്ന് പറയും. പിന്നെ തക്കോലപ്പൊടിയിലാണ്, സ്റ്റാർ അനീസ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ ഇടാവൂ. പിന്നീട് കുരുമുളക്, കറുവാപ്പട്ട. 2 കപ്പ് അരിക്ക് ഏതായാലും 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 കപ്പ് ഒഴിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് അളവ് കണക്കാക്കി ഇടണം. അതിലേക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില, പുതിനയില. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഉള്ളിയുടെ പൊടിയാണ്. ഉള്ളിപ്പൊടി അഥവാ ഒണിയൻ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ സവാളയില്ലേ, അതങ്ങോട്ട് അരിഞ്ഞിട്ടാൽ മതി. ഇതിനകത്തേക്ക് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഇത് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചാലേ നല്ലപോലെ ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളപ്പിക്കേണ്ട, ചെറിയ തീയിൽ തിളച്ചോട്ടെ. വെള്ളം ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇത് 4 കപ്പ് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി അഡീഷണലായിട്ട് വെള്ളം ചേർത്ത് 4 കപ്പ് ആക്കി വേണം നമുക്ക് ചോറ് വെക്കാൻ. അപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ നെയ്യ് ഒഴിക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഗീ തന്നെ ചെയ്താലും ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുന്ന ഉടനെ കട്ടി കുറഞ്ഞ അരിഞ്ഞ് സവാള ഇടാം. അതൊന്ന് വിടർത്തിയിടണം. തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കിയാൽ മതി. ഇത് പകുതി വഴന്ന് വരുമ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്തേക്ക് ഒരു ശകലം ക്രഷ്ഡ് ഗാർലിക് കൂടി ഇട്ടു. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ആ വെളുത്തുള്ളിയുടെ നല്ല മണം വരും. ഇച്ചിരി ചില്ലി ഫ്ലേക്സാണ് ഞാനിട്ടത്. അതൊരു ചെറുതായിട്ടൊരു സ്പൈസ് വരാനായിട്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞളിടുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. റൈസില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം അളന്ന് വെക്കണം. ആ വെള്ളം ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വെള്ളം നികയ്ക്കായി കഴിഞ്ഞാൽ തീ വളരെ കുറയ്ക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ബാക്കി ഭാഗം വേവിച്ചെടുത്താൽ മതി. ഇനി ഈ ചെറിയ തീയിൽ വേകട്ടെ. 1 മണിക്കൂറിലധികമായിട്ട് മാരിനേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്കിത്, ഞാനത് എയർ ഫ്രയറിനകത്താണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ അധികമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സംശയമോ അതുപോലെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഓൺ ചെയ്യാം. ഞാനൊരു 22 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്, 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. പക്ഷേങ്കിൽ ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്യുവാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ 2 സൈഡും ഒരുപോലെ ഇതാകുമല്ലോ. ബാക്കി ഇനി 10 മിനിറ്റ്സ് കൂടെ വെക്കാം. എയർ ഫ്രയർ ആക്ച്വലി വളരെ ഈസിയാണ്, തന്നെയല്ല ലെസ് മെസ്സിയുമാണ്. അപ്പോൾ നമ്മുടെ ടൈം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഈ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. യെല്ലോ റൈസ് റെഡിയാണ്. നല്ല ഫ്ലേവർഫുള്ളാണിത്. നമ്മളതിനകത്തൊക്കെ സ്പൈസസ് ചേർത്താണ്. പിന്നെ ഇതിനകത്ത് സ്പൈസസ് കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളത്തിനകത്ത് വേവിച്ച് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റിയാൽ മതി. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ സാലഡിൻ്റെ കൂടെ കഴിക്കാം. ഇഷ്ടപ്പെട്ടോ ഇത്?
ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ കമൻസും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.